PYQ ക്വസ്റ്റ്യൻസ് നോക്കാം. മുമ്പുള്ള കുറച്ച് ചോദ്യപേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിയും അരാജകത്വം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിയും അരാജകത്വം എന്ന ഗ്രന്ഥം രചിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏതാണ്? മാംഗോ ഷവർ എന്നാണ് അതിൻ്റെ പേര്. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരകനാൽ അറിയപ്പെടുന്ന ഏതാണ്? ദേശീയ ജലപാത 3, അതായത് NW3. അടുത്ത ചോദ്യം, മരണാനന്തര ബഹുമതിയായ 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ. അതായത് മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. അഞ്ചാമത്തെ ചോദ്യം, കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. അത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതി. ആറാമത്തെ ചോദ്യം, വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള നയം ഏതാണ്? സ്വകാര്യവൽക്കരണമാണ്. ഏഴാമത്തെ ചോദ്യം, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരനാരാണ്? ദാദാഭായ് നവറോജി. എട്ടാമത്തെ ചോദ്യം, ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. ആസൂത്രണത്തിന് വേണ്ടിയിട്ട് പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്നതാണ് ഇത് നീതി ആയോഗ്. ഒൻപതാമത്തെ ചോദ്യം, ഹോട്ടൽ വ്യവസായം ഏത് സാമ്പത്തിക മേഖലയിലാണ് പെടുന്നത്? തൃതീയ മേഖലയിലാണ് ഹോട്ടൽ വ്യവസായം പെടുന്നത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ്? പ്രസ്താവന ചോദ്യമാണ്. ഒന്നാമത്തെ പ്രസ്താവന, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപ്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. രണ്ടാമത്തെ പ്രസ്താവന ഏതാണ്? പക്ഷേ ഉൽപ്പാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസൗകര്യ സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വ്യക്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. വിത്തിനങ്ങൾ വിത്തിനങ്ങളാണ്. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഇതിലേതാണ് ശരി? A, B, C ആണ് ശരി, D തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപ്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിക്കുകയും പക്ഷെ ഉൽപ്പാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത 11ാമത്തെ ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടന ഭേദഗതി ഏതാണ്? 86ാം ഭേദഗതിയാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി. 12ാമത്തെ ചോദ്യം, 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് 1928 ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്. 13ാമത്തെ ചോദ്യം, ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതാണ്? രാഷ്ട്രത്തലവൻ്റെ പേര് ജനാധിപത്യ ഭരണഘടനയിൽ കൊടുത്തിട്ടില്ല. 14ാമത്തെ ചോദ്യം, വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 40ലാണ് വില്ലേജ് പഞ്ചായത്തുകൾ ഇതെല്ലാം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെ ചുമതലപ്പെടുത്തുന്ന അനുച്ഛേദം. 15ാമത്തെ ചോദ്യം, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? ലോർഡ് റിപ്പൺ പ്രഭുവിനെയാണ് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ്, ലോർഡ് റിപ്പൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡിലാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയത്. ഏത് സംസ്ഥാനമാണ്? ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. 17ാമത്തെ ചോദ്യം, 3ാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ്? പാർലമെൻ്ററി കാര്യസമിതിയാണ്
അതിലാണ് പ്രധാനമന്ത്രി അംഗമല്ലാത്തത്. മൂന്നാം മോദി ഗവൺമെൻറ്റിൽ 8 ക്യാബിനറ്റ് കമ്മിറ്റികളുണ്ട്. അതിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റിയാണ് പാർലമെൻ്ററി കാര്യസമിതി. 18ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ചോദ്യം ഒരിക്കൽ കൂടെ, ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തത് കൃഷിയും പോലീസും, രണ്ടാമത്തെ ജയിലും തദ്ദേശ ഗവൺമെൻറ്റും, മൂന്നാമത്തെ വിദ്യാഭ്യാസവും വനവും. ഇതിലേതാണ് ശരി? എയും ബിയും ആണ് ശരി. കൃഷിയും പോലീസും അതിൽ ഉൾപ്പെടുന്നുണ്ട്, ജയിലും തദ്ദേശ ഗവൺമെൻറ്റും ഉൾപ്പെടുന്നുണ്ട്. അത് ഏതിലാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. അടുത്ത 19ാമത്തെ ചോദ്യം, സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അടുത്ത പ്രസ്താവന ചോദ്യമാണ്, സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഒന്നാമത്തെ ഓപ്ഷൻ പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. രണ്ടാമത്തെ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. മൂന്നാമത്തെ ഓപ്ഷൻ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. ഓക്കെ, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഈ ഓപ്ഷൻ എല്ലാം ശരിയാണ്. പി സതീദേവിയാണ് കമ്മീഷൻ്റെ ചെയർപേഴ്സണും വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരവുമാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരം തന്നെയാണ്. ഓക്കെ, അടുത്ത 20ാമത്തെ ചോദ്യം, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഒന്നാമത്തെ ഓപ്ഷൻ പാർലമെൻ്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ്. ഓപ്ഷൻ ബി പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷാണ്. ഓപ്ഷൻ സി പ്രതിപക്ഷ നേതാവാണ് ഇതിലെ ഒരു അംഗമാണ്. ഓപ്ഷൻ എയും ബിയും ശരിയാണ്. ഏതൊക്കെയാണ്? പാർലമെൻ്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷാണ്. ഓക്കെ, അപ്പോഴത്തേക്കും 20 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത പാർട്ടിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം.